പരമ്പരാഗതമായി എറണാകുളം ജില്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ അപൂർവമായിട്ടാണ് അവർ എൽ ഡി എഫിലേക്ക് മാറുന്നത്. എൽ ഡി എഫും അവിടെ ജയിച്ചിട്ടുണ്ട്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ എൽ ഡി എഫിന് വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കേരളം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു യു ഡി എഫ് അനുകൂല ജില്ലയായിട്ടാണ് മനസ്സിലാകുന്നത്. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും യു ഡി എഫിൻ്റെ അവിടുത്തെ പ്രകടനം? ഈ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ തരംഗം ഉണ്ടാകുന്ന സമയത്ത് പോലും യു ഡി എഫിൻ്റെ മാനം കാത്തു രക്ഷിക്കുന്നത് എറണാകുളം ജില്ലയാണ്. അതെ, അത് അവരുടെ ഒരു പച്ച തുരുത്താണ് കേട്ടോ. ഇക്കഴിഞ്ഞ 2021 എൽ ഡി എഫ് തരംഗം തന്നെ ആയിരുന്നല്ലോ. 2016 2021 വന്നിട്ട് എറണാകുളം ജില്ലയിൽ 14 സീറ്റുണ്ട്, 14 മണ്ഡലങ്ങളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലെ 9 ഇടങ്ങളില് പിന്നെ യു ഡി എഫ് ആണ് ജയിച്ചു. യു ഡി എഫ് ആണ്. അതിലെ 8 മണ്ഡലങ്ങൾ കോൺഗ്രസും 1 മണ്ഡലം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് പിറവം അനൂപ് ജേക്കബ്. ബാക്കി 8 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ പറവൂര്, അങ്കമാലി, ആലുവ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം. ഇതില് ഇനിയിപ്പം ഈ കൊച്ചിയും കളമശ്ശേരിയും അത് കോൺഗ്രസും ലീഗും തമ്മിൽ വെച്ചു മാറാനായിട്ടുള്ള ഒരു ധാരണയായിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. കളമശ്ശേരി ലീഗിന് കൊടുക്കാം. അങ്ങനെയുള്ള അല്ല കളമശ്ശേരിയിലെ ലീഗാണ് നിൽക്കുന്നത്. ലീഗ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. നമ്മുടെ സൈദ്ധാന്തിക ആചാര്യൻ രാജീവാണ് വിജയിച്ചത്. അപ്പൊ അത് മാറാനുള്ള ഒരു തീരുമാനമുണ്ട്. കൊച്ചിയിലെ ഇപ്പോഴത്തെ MLA CPM-ന്റെ മാക്സി. അപ്പൊ ഇവര് ലീഗ് പലയിടങ്ങളിൽ ഇങ്ങനെ ഒരു വെച്ചുമാറ്റത്തിനൊക്കെ തയ്യാറാണ്. കൊച്ചി ലീഗ് എടുത്തിട്ട് കളമശ്ശേരി അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഇവർക്ക് ഈ 9 സീറ്റിൽ നിന്ന് എറണാകുളം മൊത്തം പിടിക്കണം എന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണ്. പക്ഷെ അതില് ഒരു കീറാമുട്ടിയായിട്ട് എപ്പോഴും നിന്നിട്ടുള്ളത് എറണാകുളത്ത് LDF-ന്റെ ഒരു പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് വൈപ്പിനാണ്. നമുക്കറിയാവുന്നതാണ്. മന്ത്രിയായിരുന്ന ശർമ്മയുടെ മണ്ഡലം. ശർമ്മയെ പിന്നീട് അങ്ങ് ഒതുക്കി. കാരണം VS ഗ്രൂപ്പുകാരനാണ് ആയതുകൊണ്ട് 2011 2016 ശർമ്മ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു. അപ്പൊ ഇപ്പോൾ അവിടുത്തെ MLA ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പ്രതികൂല സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അല്ല, പൊതുവെ LDF പ്രതികൂല സാഹചര്യം. ഉണ്ണികൃഷ്ണൻ ഇപ്പൊ പ്രതികൂല സാഹചര്യമാണ്. ആ പ്രതികൂല സാഹചര്യവും ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടെ ആകുമ്പോൾ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് വൈപ്പിനില് വിജയിച്ചു കയറാവുന്ന. അതിനുവേണ്ടി അവര് അജയ് തറയിലിനെയാണ് ഇറക്കാൻ പരിപാടി. അജയ് തറയിൽ 2011 വെറും 5000 വോട്ടിന് മാത്രമാണ് തോറ്റത് ശർമ്മയോട്. ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ ഈ മിടുക്കനാണ്, വലിയ ബഹളമൊന്നും ഇല്ലാത്ത, അഴിമതിയൊന്നും ഇല്ലാത്ത ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ സജീവമായിട്ട് ചാനൽ ചർച്ചകളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ള സൂചനയാണ് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ അജയ് തറയിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി കൂടിയാണ്. കാരണം ഈഴവ പ്രാതിനിധ്യമാണ്. ഇപ്പൊ ഈഴവ പ്രാതിനിധ്യം കുറവാണ്. അതല്ല ഈ വെള്ളാപ്പള്ളി തലയെ കൈവച്ച് കടന്ന് വിളിക്കുന്നത്. അല്ല, അത് സർ കഴിഞ്ഞ ദിവസം ഈ AK ആന്റണി രംഗത്ത് വന്നല്ലോ. നിയമസഭയിൽ എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ പുറകിൽ അദ്ദേഹം മുന്നോട്ട് തള്ളി നിർത്തുന്നത് VM സുധീരനെ. VM സുധീരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കണം എന്ന് AK ആന്റണി പറയാതെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ UDF-ന്റെ തലവര മാറ്റി എഴുതും. ഈ VM സുധീരനെ തൃശ്ശൂര് പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. മുമ്പ് മണലൂരിൽ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. VM സുധീരൻ പണ്ട് വിജയിച്ചു, തൃശ്ശൂരിൽ നിന്നൊക്കെ തന്നെ വിജയിച്ചു വന്ന് സ്പീക്കറൊക്കെ ആയിരുന്ന ആളാണല്ലോ. പിന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടൻ മുരളിയെയാണ് തോൽപ്പിച്ചത്.
അപ്പം ഈ അജയ് തറയിൽ ജയിച്ചു വന്ന മന്ത്രി കൂടിയാണ്, ഈഴവ പ്രാതിനിധ്യമാണ്. കാരണം തൃപ്പൂണിത്തറയിൽ കെ ബാബുവാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്പൂണിത്തറ. ഇനിയിപ്പോ കെ ബാബു മത്സര രംഗത്തേക്ക് ഉണ്ടാവില്ല. പക്ഷെ കെ ബാബുവിന് 2016 തോറ്റു കഴിഞ്ഞപ്പോൾ വലിയ ഒരു വാശി ഉണ്ടായിരുന്നു കേട്ടോ, അവിടുന്ന് ജയിക്കണം. ആ വാശി അദ്ദേഹം വിജയം കണ്ടെത്തി എന്നുള്ളതാണ്. വളരെ കുറച്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത്. എന്തെങ്കിലുമായിട്ട് ജയിച്ചു. കാരണം സ്വരാജിനെ വീഴ്ത്തി എന്നുള്ളതാണ്. കാരണം കെ ബാബുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കും. മണ്ഡലത്തിലുള്ള വോട്ടർമാരെ മുഴുവൻ വേണമെങ്കിൽ പേരെടുത്ത്, തുടർച്ചയായിട്ട് തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ബാബു. വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള ഒരു ബന്ധമുണ്ട്. ഇപ്പൊ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിക്ക് ഇതുപോലെയാണ് കേട്ടോ. ഇപ്പൊ നേമത്തെ താഴെത്തട്ടിൽ ആൾക്കാരുമായിട്ട് നല്ല പരിചയം, വലിയ ബന്ധമാണ്. ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ ഒന്നാമത് ഈഴവ പ്രാതിനിധ്യം മറ്റുള്ളതെന്ന് പറയുന്നത് ഇപ്പൊ കെ ബാബു ഉണ്ട്, പിന്നീട് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിനെ എനിക്ക് തോന്നുന്നു മിക്കവാറും MP സ്ഥാനത്ത് നിന്ന് MLA ആക്കി കൊണ്ടുവരാനുള്ള നീക്കമുണ്ട്. പ്രത്യേകിച്ച് UDF കൺവീനറും കൂടിയാണ് അടൂർ പ്രകാശ്. കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. യാതൊരു താല്പര്യമില്ലാതാണ് 19 അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. പിന്നെ 24 കൊണ്ടുപോയി നിർത്തി വിജയിപ്പിച്ചു. അപ്പൊ ഈ പിന്നെ വേറെ ഉള്ളത് ഈ കുന്നത്ത് നാടും പെരുമ്പാവൂരുമാണ്. ഇവിടെ ഈ 2020 ഒരു സഖ്യത്തിന് UDF ധാരണയായിട്ടുണ്ട്. 2020 ഏരിയയാണ് കുന്നത്ത് നാടും പെരുമ്പാവൂരും. പെരുമ്പാവൂരിലെ ഇപ്പോഴത്തെ MLA എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് വെട്ടിലായി നിൽക്കുന്ന ആളാണ്. മാങ്കൂട്ടത്തിനെ പോലെ ഇതിനെതിരെയും അവിടെ ജനവികാരം വിൻസെന്റിനും എൽദോസിനും ഇല്ലാത്ത എന്ത് കാര്യമാണ് ഇരട്ടത്താപ്പ് നയമാണ് മാങ്കൂട്ടത്തിലൂടെ കാണിച്ചതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ VD സതീശൻ വെട്ടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് എൽദോസിന്. എങ്ങനെ എൽദോസിന് സീറ്റ് കൊടുക്കണ്ട ഇനിയും പെരുമ്പാവൂരില്? അത് VD സതീശനായിരിക്കും അതിനകത്ത് ഉറച്ചു നിൽക്കുന്നത്. VD സതീശന് ചില കാര്യങ്ങളിൽ ഉറച്ചു നിന്നിട്ടുള്ളൊക്കെ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അൻവറിന്റെ കാര്യത്തിൽ VD സതീശൻ ഉറച്ചു നിന്നിട്ടുള്ള ആളല്ലേ. ഇപ്പൊ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ചില ഭാഗത്ത് നിന്നൊക്കെ തിരിച്ചടി ഉണ്ടാകും. അതങ്ങനെ ഏത് കാര്യത്തിലും അതുണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഈ കുന്നത്ത് നാടും പെരുമ്പാവൂരും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2020 അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ഹോൾഡുള്ള ഏരിയയാണ്. അപ്പോൾ അത് UDFന് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ വരികയാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. എറണാകുളം ജില്ലയിലുള്ള 14 സീറ്റ്, മലപ്പുറം ജില്ലയിൽ തന്നെ ഇവർക്ക് അവിടെ 15 സീറ്റാണ്. അപ്പൊ 29 സീറ്റും പിടിച്ചെടുക്കണം. മലപ്പുറവും എറണാകുളവും വളരെ നിർണായകമാണ്. പിന്നെ സാർ അവര് ശ്രമിച്ചാൽ ഇടുക്കിയിലും ഉണ്ടാകും. അല്ല, ഇത് രണ്ടും എപ്പോഴും ഇവരുടെ, കാരണം മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കയ്യിലായിരിക്കും. അവർ വളരെ അധ്വാനിക്കും അക്കാര്യത്തിൽ. പാരവെപ്പും പാലം വലിക്കലും ഒന്നുമില്ല. ആ വോട്ട് അവര് കൊടുക്കുന്ന സീറ്റ് അവർ നിയമസഭയിൽ എത്തിച്ചു തരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു കണക്കുകൂട്ടലുണ്ട്. പിന്നെ പറവൂരിൽ നിന്ന് ഉള്ള VD സതീശൻ ഈ എറണാകുളം ജില്ലയിൽ ഈ വൻ വിജയം ഉണ്ടായാൽ അത് VD സതീശൻ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടും എടുക്കുമെന്നുള്ളതാണ്. VD സതീശനെ തോൽപ്പിക്കാനായിട്ട് പലരും പല വഴിക്കൂടെ കച്ചകെട്ടി ഇറങ്ങും. CPM തയ്യാറാകുന്നുണ്ട്, വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ചിലർ തയ്യാറാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവർ 9 സീറ്റിൽ നിന്ന് 14 സീറ്റ് എറണാകുളം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അജണ്ട. അതാണ് ഏറ്റവും പ്രയാസമായിട്ട് നിൽക്കുന്ന വൈപ്പിൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് പിടിക്കാൻ കഴിയും എന്നാണ് അറിയുന്നത്. അപ്പൊ എറണാകുളം ജില്ലയും മലപ്പുറവും UDFന് തൂത്തുവാരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.